കൊച്ചിക്കാരുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഞാൻ അവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. വേറെ ആരെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടാ. നമ്മുടെ അച്ചിങ്ങപ്പയർ എന്ന് പറഞ്ഞാൽ അച്ചിങ്ങപ്പയറും ചെമ്മീനും കൂടി ഒരു നല്ല അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൂടി നമുക്ക് അച്ചിങ്ങയും കുറച്ച് സവാളയും കൂടി അല്ലത് ചട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതെ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ ചെമ്മീനും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് വെള്ളം, കാരണം ചെമ്മീനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പൊ ആ വെള്ളത്തിൽ വേണം ഈ പയറ് വേവാനായിട്ട്. അപ്പൊ കാരണം ഒന്ന് നനയാൻ വേണ്ടിയിട്ടുള്ള 2-3 സ്പൂൺ വെള്ളം വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് ഇടാനുള്ളത് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി, എന്റെ എല്ലാ കറിയിലും ഉണ്ടാവും കേട്ടോ ജീരകം. ഗ്യാസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി, ചെമ്മീന്റെ അലർജിയോ അതിന്റെ ആ ഒരു വയറുവേദനയൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ജീരകം യൂസ് ചെയ്തത്. കുറച്ച് ഒരു നുള്ള് ജീരകം ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇട്ടൊരു വീഡിയോ, കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ചെമ്മീൻ്റെ റെസിപ്പി തന്നെയായിരുന്നു. അപ്പൊ ഇപ്പോഴും ചെമ്മീൻ ഇതെന്താണ് ഫുൾ ടൈം ചെമ്മീനാണെന്നില്ല. കാരണം അന്നേരം മേടിച്ചപ്പോൾ ചെമ്മീൻ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു നാടൻ കറിയിൽ വെക്കണം തോന്നിയുണ്ടായിട്ട് വീണ്ടും അതേ ഒരു ഇതുകൊണ്ട് ഐറ്റംസ് കൊണ്ട് നമ്മൾ വീണ്ടും ഒരു നാടൻ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ചെമ്മീൻ്റെ വെള്ളം ഒക്കെ വറ്റി വന്നിട്ട് ചെമ്മീൻ കുറച്ച് കൂടുതലായിട്ടാണത്. ചെമ്മീൻ എപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വയറുവേദന എടുക്കുന്നത്, ചെമ്മീൻ കഴിച്ചിട്ട് വയറുവേദന എടുക്കുന്നതും ചിലർക്ക് അലർജിയൊക്കെ വരുന്നത് അതിന്റെ ഈ വെയിൻ കളയാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരും വെയിൻ കളയണം. ചെമ്മീനോട് കാണാൻ ഒരു മെന ഉണ്ടാവില്ല, വെയിൻ കളയുമ്പോഴത്തേക്ക് അത് പൊട്ടി ഇങ്ങനെ ഇരിക്കും. കാരണം നല്ലൊരു പ്രോൺസ് ആയിട്ട് എടുക്കുമ്പോൾ ആ വെയിൻ കളയാതെ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്നത്. കാരണം ആരും മെനക്കെടാറില്ല. പക്ഷെ അതിന്റെ വെയിൻ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലർജിയോ അല്ലെങ്കിൽ വയറുവേദനയോ കുട്ടികൾക്ക് നോക്കുമ്പോൾ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ചെമ്മീൻ വെച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് നല്ല നാടൻ ഫുഡുകൾ ഉണ്ടാക്കാം. പക്ഷെ ആരും ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ കറി അങ്ങനെയൊക്കെ മാത്രമാണ്. ചെമ്മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുക, ചെമ്മീൻ ഇടിച്ചത് ഉണ്ടാക്കുക, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. നമുക്ക് വരും വീഡിയോസിലൊക്കെ അതൊക്കെ പ്രതീക്ഷിക്കാം. ഇത് ഏകദേശം നമ്മൾ സെറ്റായിട്ട് നമുക്കൊരു ഈ പാത്രത്തിലോട്ട് ഇത് മാറ്റി വെച്ചിട്ട് താളിക്കാം. മാറ്റി വെച്ചിട്ട് വരാം. ആ പാത്രത്തിൽ നമ്മൾ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പാത്രം കഴുകാൻ മടിയായിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ വേറെ പാത്രം ഇല്ലാട്ടല്ല. കാരണം ഇതിൽ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല. കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക, നേരത്തെ പോലെ കടുക് ഇടുക, മലയാളികൾക്ക് കടുക് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല അല്ലേ? എല്ലാ മിക്ക കറിയിലും നമ്മള് കടുക് പൊട്ടിക്കാറില്ലേ? ഇങ്ങനെ ഇരുന്ന് സാധാരണ പുറത്തു പോയി വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്യാറുണ്ട്. പുറത്തു പോകാൻ മടിയായതുകൊണ്ടാണ് വീട്ടിലിരുന്ന് തന്നെ വീഡിയോ ഇടുന്നത്. കടുക് പൊട്ടിട്ടില്ല, കടുക് പൊട്ടി കുറച്ച് കറിവേപ്പില ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ഇടാനായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിപിടിക്കുള്ള കരിഞ്ഞു പോകും മുളക് പൊടി. മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാട്ടോ. ഇത് നമ്മുടെ ഉണക്ക തേങ്ങയാണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. കുറച്ച് ഉണക്കത്തേങ്ങ ഇട്ടു. ഇത് ഓപ്ഷനാണ് കേട്ടോ, വേണ്ടത് മാത്രം ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റൗവ് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ചിട്ട് അതോടെ മാറ്റി വെച്ചിരിക്കുന്ന നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. വേറെ തണ്ട് നമുക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ ചെമ്മീനും അച്ചിങ്ങയും കൂടെയുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചോണ്ട് കേട്ടോ. കറക്റ്റ് ചോറും ചപ്പാത്തി കൂടി കഴിയാതെ അടിപൊളി, നല്ല ടേസ്റ്റ് കിട്ടാം. ഇതൊരു ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോയില്.
പിന്നെ അടുത്തൊരു സ്പെഷ്യലായിട്ട് വീണ്ടും വരാം. ബൈ.